ആരാ താരയുടെ ബൈസ്റ്റാൻഡർ? എന്താ എന്താ പേഷ്യന്റിനും ബോധം തെളിഞ്ഞു. ആരാ പ്രൊഫസർ നന്ദഗോപൻ? കാണണോന്ന് പറഞ്ഞു. ഒരാൾക്ക് കയറി കാണാം. ഡാഡി ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോകണ്ട. വെറുതെ എന്തിനാ അതും ഇതൊക്കെ പറഞ്ഞ് സങ്കടം ഉണ്ടാക്കുന്നത്? ഞാൻ പോയി കണ്ടിട്ട് വരാം. അവളെന്തിനാ പ്രൊഫസറെ കാണണമെന്ന് പറഞ്ഞത്? ആ, എന്തായാലും നീ കയറി കണ്ടിട്ടോ. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. മരണക്കിടക്കയിൽ നിന്റെ ആഗ്രഹം കേട്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. എന്തിനാ പ്രൊഫസറെ കാണുന്നത്? ഇനിയും ചാകാൻ വേണ്ടിട്ട് കുറച്ചുകൂടി വീര്യമുള്ള കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചറിയാനാ? അല്ല, എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് എന്റെ ജീവൻ രക്ഷിച്ചെന്ന് ചോദിക്കാനാ. ആർക്കൊരു ശല്യമാവാതെ ഞാനങ്ങ് തീർന്നേനല്ലോ. വീണ്ടും എന്തിനാ? ദൈവം തന്ന ആയുസ് തിരിച്ചെടുക്കാൻ ദൈവത്തിനേ അധികാരമുള്ളൂ. എന്തായാലും നീ ചെയ്തത് നന്നായി. ഇനി ആ കോളേജിലേക്ക് ചെല്ലണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്കങ്ങ് തിരിച്ചു പോവാം. എങ്ങോട്ട്? എങ്ങോട്ടേക്ക് ഞാനില്ല. നിന്റെ ഈ വാശിയും കടമ്പെടുത്തുവാ കാര്യങ്ങൾ ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇനിയെങ്കിലും പറയുന്ന അനുസരിച്ച് ജീവിക്കും. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ഒരു ആവശ്യവും നിനക്കിപ്പോ ഇല്ല. ഇതുവരെ സംഭവിച്ചതൊക്കെ മറന്നേക്ക്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിനക്ക് ഇനി ഒരു പുതിയ ജീവിതം വേണം. നാട്ടിൽ തിരിച്ചെത്തിയ ഇനി ഒട്ടും വൈകുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണം ഉണ്ടാവും. ഞാനത് ഡാഡിയോട് സംസാരിച്ച് ഉറപ്പിക്കാൻ പോവുക. ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കണ്ടെന്ന് പലതവണ ഞാൻ പറഞ്ഞത്. എത്രയൊക്കെ നിർബന്ധിച്ചാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. എന്റെ കഴുത്തിൽ മിന്നി കെട്ടാന്ന് റോണി സ്വപ്നം കാണണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഒന്നിനും നിന്റെ അനുവാദം ചോദിക്കുന്നില്ല. അറിയാലോ നിനക്കെന്നെ. ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അത് നടത്തും, നടത്തിയിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പോവുക. ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട്. നീ ഇങ്ങ് വന്നേ. ഇല്ല, വരുന്നില്ല, ഇങ്ങോട്ടും വരുന്നില്ല. അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കരുതണ്ട. ഞാൻ ജീവിച്ചിരിക്കില്ല. വേണ്ട, നീ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ഒട്ടും നിർബന്ധമില്ല. ശവമായിട്ടാണെങ്കിലും റോണി നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. പക്ഷെ ചാകുന്നതിന് മുമ്പ് നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടിയിരിക്കും. എന്റെ അനുവാദം ഇല്ലാതെ നടക്കില്ല. അത് സമ്മതിക്കില്ല. ഞാൻ പോവാ. ഇനി കുറച്ചു നേരത്തേക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഉറങ്ങിക്കോളൂ. വീട്ടിലെത്തിയിട്ട് ഉണരൂ. താങ്ക് യു.